കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ഒരു അഭിവാദനത്തോടെയാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതി ആരംഭിക്കുന്നത്. വേദപുസ്തകം വായിക്കുന്നവർ പൗലോസിൻ്റെ ഈ അഭിവാദനം കാണുന്നുണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. കൃപയും സമാധാനവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. സുവിശേഷത്തിൻ്റെ അന്തസത്ത കൃപയാണ്. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് അർഹമല്ലാത്തവ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഗ്രേസ് ഈസ് ഗോഡ് അറ്റ് വർക്ക് ഫോർ അസ് ആൻഡ് ഇൻ അസ്. നമുക്ക് വേണ്ടിയും നമ്മിലും പ്രവർത്തിക്കുന്ന ദൈവം, അതാണ് കൃപ. തൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ദിവസവും കാണുവാൻ കഴിയുന്നത് കൃപ മൂലമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ കൃപ എന്ന അഭിവാദനത്താൽ ആരംഭിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുടക്കങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതിനായി ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ജീവിതയാത്രയിലുടനീളം ഈ കൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അതിപ്രധാനപ്പെട്ട 2 കൃപകൾ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഒന്ന്, സേവിങ് ഗ്രേസ്, രക്ഷിക്കുന്ന കൃപ. അത് നമ്മിൽ പലർക്കും ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുവരെയായിട്ടും രക്ഷിക്കപ്പെടാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കുന്ന കൃപ താങ്കളുടെ മേലും പകരുവാൻ ദൈവം തയ്യാറായി നിൽക്കുന്നു. 2, സസ്റ്റെയിനിങ് ഗ്രേസ്, നിലനിർത്തുന്ന കൃപ. അതത്രേ ഓരോ ദിവസവും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കൃപ മാത്രമല്ല, സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്. ഒന്നാമത്, കൃപ നമ്മെ തേടിയെത്തിയെങ്കിൽ ആ കൃപയിൽ കൂടി ലഭിച്ച ഒരു അനുഗ്രഹം അത്രേ സമാധാനം. കഷ്ടതകളും പ്രതികൂലങ്ങളും ഇല്ലാത്ത അനുഭവമല്ല സമാധാനം എന്നത്. പകരം കഷ്ടതയിലും പാടുവാനും പ്രതികൂലങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ നിശബ്ദതയിലും അവനെ വിശ്വസിക്കുവാനും കഴിയുന്നതാണ് സമാധാനം. ഇതിനെയാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമെന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ സമാധാനത്തെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് സാരം. കൃപയും സമാധാനവും ഒരു അഭിവാദനത്തിൻ്റെ വാക്കുകളിൽ മാത്രം ഒതുക്കാതെ അവ നമ്മുടെ അഗാധമായ ആഗ്രഹങ്ങളുടെ ഭാഗമായി മാറട്ടെ. കൃപയും സമാധാനവുമാണ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആത്മീയ വൃന്ദങ്ങളെയും അനുധാവനം ചെയ്യേണ്ടിയത്. ഡിയർ ഫ്രണ്ട്സ്, നമുക്കിത് ആഴമായി ആഗ്രഹിക്കാം, ആഴമായി അതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Have a blessed day.